പിന്നാണെങ്കിൽ അവളുടെ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എടോ നമ്മൾ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു ട്രഷർ അത് ഞാൻ കണ്ടുപിടിച്ചു എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ടെസ് ഒന്ന് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഫിന്നിനോട് പറയാണ്, ഓഹോ നീ കണ്ടുപിടിച്ചല്ലേ, എന്നിട്ട് എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പറയാണ്, അതാ ഒരു കടലിൽ തന്നെ കിടപ്പുണ്ട്. ആ അത് ശരി, അടിപൊളി, നീ ഒന്നും ഒരിക്കലും നന്നായില്ലടാ എന്ന് പറഞ്ഞിട്ട് അവള് പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ അവൻ പറയാണ്, എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, എന്നാ നീ പ്രൂവ് ചെയ്യ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് ഒരു പെന്നും പേപ്പറും വാങ്ങിയിട്ട് അതിൽ ഇവന് കിട്ടിയിട്ടില്ല ആ പ്ലേറ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്ന എംബ്ലം അതിങ്ങനെ വരച്ചു വെക്കുകയാണ്. എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഒരു എംബ്ലം ഉള്ള ഒരു പ്ലേറ്റിന്റെ കഷ്ണം എനിക്ക് കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ആ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുള്ള ആ ഒരു ട്രഷർ ഉണ്ടാവുക. ഇനിയും വൈകിട്ടില്ല, നീ എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രഷർ പോയിട്ട് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ ചുമ്മാ തള്ളിയതാന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ ആ ഒരു പെന്നും പേപ്പറും അവന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ ഫിന്നും അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് ടെസ് ഇങ്ങനെ വിളിച്ചു പറയാണ്, നീ കാരണം എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡിഗ്രി അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നിന്നെ ഞാൻ എന്തായാലും ഇനി ഒഴിവാക്കിയല്ലോ, ഞാനിപ്പോ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകും, എന്നിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ കുറെ പ്രബന്ധങ്ങൾ എഴുതും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫിന്ന് പറയാണ്, നീ ഹിസ്റ്ററിയിൽ പ്രബന്ധങ്ങൾ എഴുതാനാണ് തീരുമാനിക്കുന്നത്, നിനക്ക് ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ അത് നീ കണ്ടും കേട്ടും മനസ്സിലാക്കണം, അല്ലാതെ അടച്ചിട്ടിരിക്കുന്ന റൂമില് ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കിയിട്ട് ചുമ്മാ ലൈഫ് തൊലക്കല്ലേ, എന്റെ കൂടെ നിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ടെസ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാണ്, ഡിവോഴ്സിന്റെ സമയത്ത് നീ അവിടേക്ക് വരാത്തതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടുപേരുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അത് എനിക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു ബോട്ട് അത് വിറ്റിട്ട് ഞാൻ ഈ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ്, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാണ് എന്നൊക്കെ ഇവള് വിളിച്ചു പറയാണ്. ഇപ്പൊ ഫിന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റക്കായി പോകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ടാണ് കടലിൽ മുങ്ങിപ്പോയത്. ഇപ്പൊ ഈ ഒരു കാര്യം അവളോട് എങ്ങനെയാ പറയാന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ അവള് ചോദിച്ച സമയത്ത് അവളുടെ ചെവി പോയിട്ട് അവൻ പറയാണ്, ആ ഒരു ബോട്ട് മുങ്ങിപ്പോയി മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇവക്ക് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് വയസ്സായിട്ടുള്ള രണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ വാക്കിംഗ് സ്റ്റിക്ക് ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവന്റെ തലമണ്ട നോക്കി അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് തിരിച്ച് അവർക്ക് കൊടുത്തിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ടെസ് നേരെ പോയത് അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷിപ്പിലേക്കായിരുന്നു.